പോകാൻ വേണ്ടിയുള്ള ഐറ്റം പാക്ക് ചെയ്യട്ടതുണ്ടോ. ഞങ്ങളുടെ ശരണ്യയും ഡോളി ചേച്ചിയും എപ്പോഴും പറയാറുണ്ട്, ശരണ്യയും ഡോളി ചേച്ചിയും മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ. നമ്മുടെ എല്ലാവരുമായിട്ട് കബ്ദാട്ടോ. പക്ഷേ രണ്ടുപേരും വീഡിയോയ്ക്കും അവർ മാത്രമേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് എപ്പോഴും പറയാറുള്ളത്. ആരുഷിയാണ്. ഇനി ഒരുപാട് പേരെ കാണിക്കാനുണ്ട്. ഞാൻ കൂട്ടത്തിൽ എന്തായാലും ഓരോന്നൊന്ന് മോളെ എന്നെ വെച്ചാണോ ഞാൻ ഒന്ന് എടുത്തോട്ടെ. വേണ്ട, ഞാൻ ഓരോ സ്ഥലവും പറയട്ടോ, എടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് പറഞ്ഞേക്കാം. അതിന് മുമ്പ് ഈ വീഡിയോ അന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് ഈ ഒരു ചുരിദാറിൻ്റെ വീഡിയോ ആണ്. എങ്കിലും ഇത് കണ്ടപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ. ഇത് നൗഷാദ് കെ ദാണ്ട നോക്കി നിങ്ങൾക്ക് കാണും പറയാം, മലപ്പുറമാണ് കേട്ടോ. മലപ്പുറത്ത് നിന്നുള്ള നൗഷാദ് കെ. ഒരുപാട് സന്തോഷം ഇത്രയും ദൂരത്തു നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന. അടുത്ത കേട്ടോ ചേച്ചി. അടുത്തത് വരുന്നത് ഇത് കോഴിക്കോട്. ഇതാ ഞാൻ ചുമ്മാ അത് എടുത്ത് കേട്ടോ. ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തിയ. ഇത്രയും സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് വടക്കുന്നും ഒക്കെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഇത് മലപ്പുറം തന്നെ. അതാ നോക്കി നിങ്ങളിതാ കാണാമല്ലോ. ആ കറക്റ്റ് കാണാൻ പറ്റണേ മോനെ, മലപ്പുറം എന്നുള്ളത്. പിന്നെ ഇതായി കിടക്കുന്ന എല്ലാം ഓരോന്ന് ചുമ്മാ അത് ഇതിനകത്ത് വെക്കണ്ടേയാണോ? അല്ലല്ലോ. ഇത് തൃശ്ശൂർ. ഇതാ എല്ലാ ജില്ലയും കിട്ടിയല്ലോ. എന്തായാലും ചുമ്മാ എടുത്തിയാണെങ്കിലും തൃശ്ശൂർ. അങ്ങനെ ഇതെല്ലാം പാക്കിങ്ങിന് പോകാനുള്ളതാണ്. കുറേ നമ്മൾ അയച്ചു കഴിഞ്ഞു. ഇന്ന് ജസ്റ്റ് എടുത്ത് വെച്ചാൽ ഇതും പാക്കിങ്ങിനുള്ള. ഇത് വരുമ്പോൾ ഇത് മലപ്പുറം കണ്ടോ. അപ്പോൾ മലപ്പുറത്ത് ഇത്രയും കസ്റ്റമർ ഉണ്ടോ, ഒത്തിരി സന്തോഷം കേട്ടോ. ഞാൻ ചുമ്മാ വെച്ച് നോക്കിയാണ്. നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എവിടെയാണ് കൂടുതൽ. എറണാകുളമൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് കേട്ടോ. വേണ്ട, ഇത് കൊല്ലമാണ്. കൊല്ലത്തെ ആൾക്കാർക്ക് നമ്മുടെ കൊല്ലത്ത് വന്ന് എടുത്തുകൂടെ? അതല്ലേ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി. എങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്തങ്ങ് എടുക്കുക അല്ലേ. അടുത്തത് വരുന്ന കണ്ണൂർ. കണ്ണൂരും കിട്ടിയുണ്ടോ? കണ്ടോ, കണ്ണൂരിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അത് സഫൂറ KK. സഫൂറ ഹായ് കേട്ടോ. സഫൂറയ്ക്ക് ഹായ്. ഇപ്പം എല്ലാവരും പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയൊക്കെ നമ്മളെ കാണാറുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചെന്ന് പറയുന്നത്. ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഓരോ റെസ്പോൺസിനും ഓരോ മെസ്സേജിനും. എല്ലാവരും നല്ല നല്ല കമൻറ്റുകളാണ്. എനിക്ക് ഒരു എസ്സേ പോലെയൊക്കെ കമൻറ്റ് വിടാറുണ്ട്. എനിക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് കേട്ടോ. ചിലപ്പോൾ സ്റ്റാറ്റസ് ഇടാനും പറ്റില്ല. കാരണം എസ്സേ പോലെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് ഒന്ന് സ്റ്റോറി ഇടാനോ സ്റ്റോറി ഇടാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷം. മെസ്സേജ് അയക്കുന്നവർക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഒത്തിരി നന്ദി. അപ്പം നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ചുരിദാറാണ്. നോക്കി ഫുള്ളും ഹാൻഡ് വർക്ക് ചെയ്തേക്കുക. സ്ലീവിൽ ഫുള്ളും 2 സ്ലീവിലും ഹാൻഡ് വർക്കാണ്. നെക്കിൽ ഒരു ബോട്ടിലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് ഇതാണ്ടോ. ബോട്ടത്തിനകത്ത് വിത്ത് ലൈനിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന ബോട്ടം അടിപൊളി ഐറ്റമാണ്. ഫസ്റ്റ് കളർ തന്നെ ഒരു ബർഗണ്ടി ഷെയ്ഡാണ്. ദുപ്പട്ടയിൽ ഇതുപോലെ നല്ല വീതിക്ക് ചെയ്തിരിക്കുന്ന ഇതുണ്ടോ. ഇതൊരു ത്രെഡ് വർക്ക് കേട്ടോ. ഇത് ഹാൻഡ് വർക്കല്ല, ഇത് മിഷ്യൻ വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലൊരു ഐറ്റം. വാഷിംഗ് ഒക്കെ പോസിബിളാണ്. ഈ സ്ലീവിൻ്റെ ഒഴിച്ച ബാക്കിയുണ്ട് എല്ലാം വാഷിംഗ് പോസിബിളാണ്. പിന്നെ നിങ്ങളുടെ കയ്യിലെത്തുമ്പം ഇതിൻ്റെ സ്ലീവ് ഉണ്ടല്ലോ ഇത്തിരി ലൂസായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണേ. ഞാനായാലും ഇത്തിരി ഷേപ്പ് ചെയ്തിട്ട് ഇട്ടോ. ഞാനതങ്ങ് പറഞ്ഞു തന്നാണ് ഓരോ വീഡിയോയിലും പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത്. സ്ലീവ് സ്വല്പം നിങ്ങൾ ഷേപ്പ് ചെയ്തേ പറ്റും. നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾ ഇട്ട് നോക്കുമ്പോൾ അയ്യോ ലൂസാണോ എന്ന് നിങ്ങൾക്ക് ഫീൽ വരും. ലൂസായിട്ട് ഇടേണ്ടവർക്ക് ലൂസായിട്ട് ഇടാം. ഇച്ചിരി ഷേപ്പ് ചെയ്താൽ മതി. സ്ലീവ് പൊതുവേ നമുക്ക് ഇച്ചിരി ലൂസിട്ട് തരുന്നതെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഈ സ്ലീവിന് വണ്ണ കൂടുതലാണ്. അപ്പോൾ അവർക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കിട്ടെന്ന് വെച്ചിട്ട് ലൂസാക്കി തരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്തോ. 1980 ഇതിൻ്റെ പ്രൈസ്. 1980 നല്ലൊരു പാർട്ടി വെയർ ഒരു സ്റ്റാൻഡേർഡ് എലഗൻ ലുക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഐറ്റമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. അടുത്തത് ഒരു പേസ്റ്റൽ ഷെയ്ഡാട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂണിറ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ പക്ക പെർഫെക്ഷൻ ആയിരിക്കും. നല്ല രസമായിരിക്കും. സ്ലീവ് ഇത്തിരി ലൂസാണ്. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. സ്ലീവ് നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്ത് മാത്രം ഉപയോഗിച്ചാൽ. സ്ലീവിൻ്റെ വർക്ക് നോക്കിയേ. ഇതൊരു സെൽഫ് ഡിസൈൻ വന്നേക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡാണ്. എലഗൻ. നമ്മളൊരു ഡിസൈൻ ചെയ്ത് എടുക്കുന്നതിനൊക്കെ കാട്ടിൽ എന്തുകൊണ്ടും ബെറ്റർ അല്ലേ ഇങ്ങനെ ഒരു ഐറ്റം എടുക്കുക എന്ന് പറയുമ്പോൾ മിസ്സാക്കണ്ട. അടുത്ത കളർ കാണാം. ലാസ്റ്റ് കളർ ഉണ്ടോ. ലാസ്റ്റ് വരുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. നോക്കി ഇത്രയും നല്ലൊരു വർക്ക് ഈ ബ്ലാക്കിനകത്തൂടെ വരുമ്പോൾ ഭയങ്കര സ്റ്റൈലല്ലേ. മാത്രമല്ല സ്ലീവിന് ഇത്രയും നല്ല ഹെവി വർക്ക്. അപ്പം നിങ്ങൾക്ക് ഇനി നെക്കിന് വർക്ക് വരുമ്പോൾ ചിലർക്ക് ദുപ്പട്ട ഇടുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ പറയാറുണ്ട്. ഇതാകുമ്പോൾ അതും വിഷയം വരുന്നില്ല. നെക്കിന് അധികം വർക്ക് കൊടുക്കാതെ സ്ലീവിനും ദുപ്പട്ടയിലുമാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. മിസ്സാക്കണ്ട. അടുത്ത കളർ കാണാം. ലാസ്റ്റ് കളർ ഉണ്ടോ. ലാസ്റ്റ് നല്ലൊരു എന്താ പറയുക ഒരു കോഫി ബ്രൗൺ ചേർന്ന് വരുന്ന ഒരു ടൈപ്പ് ഒരു ബർഗണ്ടി ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. കോഫിയും ബർഗണ്ടിയുടെ ചേർന്ന് വരുന്നൊരു കളർ. 1990 കേട്ടോ പ്രൈസ്. ഞാൻ നേരത്തെ 80 തോന്നുന്നു പറഞ്ഞു. 1990 കേട്ടോ. 1990 ആണ് പ്രൈസ്. നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡും ഇത്രയും നല്ല ഹെവി ഹാൻഡ് വർക്ക്. സ്ലീവിൽ എൻഡിൽ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. മിസ്സാക്കേണ്ട. സ്റ്റാൻഡേർഡാണ്. എലഗനായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്ത് അടുത്ത വീഡിയോയിലൂടെ കാണും വരെ ബൈ.